ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ AI വിഭാഗങ്ങൾക്ക് സീറ്റ് വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. കട്ടപ്പനയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൗൺസിലറുമാണ് ബീന ജോബി. കോൺഗ്രസിന് തനിച്ചു ഭൂരിപക്ഷമുണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 ചെയർപേഴ്സൺമാരാണ് ഭരിച്ചത്. ഇതിൽ ആദ്യം 2 വർഷം ബീന ജോബിയായിരുന്നു ചെയർപേഴ്സൺ. ഇത്തവണ നഗരസഭയിൽ 31-ാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി. എന്നാൽ ഈ വാർഡ് UDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി. ഇവിടെ ഈ കഴിഞ്ഞ ടേമിൽ 3 ചെയർപേഴ്സൺമാരിൽ 2 ചെയർപേഴ്സൺമാർക്കും ഈ പുരുഷന്മാരുടെ വാർഡിൽ സീറ്റ് കൊടുക്കുകയും കൈപ്പത്തി ചിഹ്നം കൊടുക്കുകയും ചെയ്തിട്ടു. ആദ്യത്തെ പ്രഥമ ചെയർപേഴ്സൺ ആയിരുന്ന ബീന ജോബിയെ ഇവര് ഒരു മൈൻഡ് ചെയ്യാനോ സീറ്റ് കൊടുക്കാനോ ഒന്നും തയ്യാറായില്ല. ബീന ജോബി ആണെങ്കിൽ ഈ പുരുഷന്മാരുടെ വാർഡിൽ മത്സരിക്കുന്നില്ല, വനിതാ വാർഡ് മാത്രമേ ചോദിച്ചുള്ളൂ. അതായത് ഈ കാണുന്ന വാർഡ് നമ്മുടെ തൊട്ട് പിറ്റുന്ന കിടക്കുന്ന വാർഡാണ്, നമ്മുടെ ഇറ്റം പോലെ കിടക്കുന്ന വാർഡ്. ആ വാർഡിലെ ഒരു സീറ്റ് ചോദിച്ചിട്ട് അവര് അത് ഉച്ചിട്ട് തന്നു. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് AI വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വെച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം. യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ഇവർ പറയുന്നു. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ജോയി ആനത്തോട്ടമാണ് നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാർ ശരിക്കും നമ്മളോട് പ്രതികരിച്ചു. ഞാൻ നല്ല രീതിയിൽ വാർഡ് നോക്കിയിട്ടുള്ള ഒരാളാണ്. 33-ാം വാർഡിലെ ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ അറിയാം. ആ വാർഡിൽ ഞാൻ നേരത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴും ആ വാർഡിൽ തന്നെയായിരുന്നു മെമ്പറായിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോബി സ്റ്റീഫൻ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ നോമിനേഷൻ കൊടുത്തു. അതിനേക്കാളൊക്കെ ഉപരി അപ്പോൾ ജോബി സ്റ്റീഫൻ മത്സരരംഗത്തില്ല, എനിക്ക് സീറ്റ് തരാനാണ് ജോബി സ്റ്റീഫൻ അവളെ ആവശ്യപ്പെട്ടത്. മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു AI ഗ്രൂപ്പിൻ്റെ ഇതുള്ളതുകൊണ്ടായിരിക്കാം അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടപ്പന നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ 2 പേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നു. ഈ വാർഡുകളിൽ ഉൾപ്പെടെ 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ രംഗത്തുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.